കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമിയുടെ തിരോധാന കേസിൽ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഇടപെടൽ തേടി കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയത്. അന്വേഷണം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് സംഘത്തിനും ഉത്തരം കണ്ടെത്താനാകാതെ ദുരൂഹമായി തുടരുകയാണ് മാമി തിരോധാന കേസ്. കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായിരുന്നു മാമി എന്ന വിളിപ്പിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ആട്ടൂർ. 2023 ഓഗസ്റ്റ് 21-നാണ് ഫോൺ ടവർ ലൊക്കേഷൻ അവസാനമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചത് തലക്കുളത്തൂർ ഭാഗത്തു നിന്നാണ്. ആദ്യം കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയിരുന്നു. മാമി അവസാനമായി സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലാണ് പോലീസിന് വീഴ്ച വന്നത്. തുടർന്ന് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് സർക്കാർ കൈമാറി. 2024 സെപ്റ്റംബറിലാണ് മാമിയെ കണ്ടെത്താനുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചത്. കൂടുതൽ പേരിൽ നിന്ന് അന്വേഷണ സംഘം വിശദമൊഴിയെടുത്തു. അന്വേഷണത്തിന് പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും മാമി എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മാമിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കണ്ടത്. അവരെ മാക്സിമം അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കിതുവരെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അവർ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പുതിയ IG വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൊരു വിശ്വാസമുണ്ട്. അപ്പം അവരെ നല്ലോണം മോണിറ്റർ ചെയ്തിട്ട്, മീൻസ് അവരെ ഇതുവരെ മോണിറ്റർ ചെയ്യാൻ മുന്നത്തെ ഒരു IG ഉണ്ടായിരുന്നു, അവർ പോയി ഇപ്പോൾ പുതിയൊരു IG ആണ് വന്നത്. അപ്പോൾ അവർ നല്ല സിൻസിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. നമുക്ക് നല്ല വിശ്വാസമുണ്ട്, ഇനി ബെറ്റർ ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് നടക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണാനാണ് നീക്കം. ഈ കേസ് അന്ന് നിയമസഭയിൽ എത്തിയത് മുതലും ഈ ഞങ്ങളെ സർക്കാരായിട്ട് ബന്ധപ്പെടുന്നത് മുതലും ബന്ധപ്പെട്ട ഒരാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ ബഹുമാനപ്പെട്ട VD സതീശൻ സാറിന് ഈ കേസിനെ പറ്റി കാര്യങ്ങളല്ല അറിയാം, ഇതെന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ദിവസം തന്നെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അന്വേഷണം വഴിതെറ്റിക്കാൻ ചില ആളുകൾ ശ്രമം നടത്തുന്നുവെന്നാണ് മാമിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നത്. ദുരൂഹമായ തിരോധാന കേസുകളിൽ ഒന്നായി തുടരുകയാണ് മാമി കേസ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.